പറയുമ്പോൾ അതിന് കുറച്ച് വളരെ ഡെപ്തുണ്ട് ജീവികളെന്ന് പറയുന്നത്. വൈൽഡ് ലൈഫ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം നിർവചിച്ച് വെച്ചിരിക്കുന്നത് ബോത്ത് ഫ്ലോറ ആൻഡ് ഫോണ എന്നാണ്. അതിൻ്റെ അകത്ത് സസ്യങ്ങളും ജന്തുക്കളും എല്ലാം വരും ഇതിനകത്ത്. അതിൽ തന്നെ നമ്മൾ ഫോണയെന്നും ഫ്ലോറയെന്നും രണ്ടായിട്ട് തിരിക്കും. ഫ്ലോറ എന്ന് പറഞ്ഞാൽ സസ്യജാലങ്ങൾ, അതിൽ തന്നെ ഒത്തിരി ഡിവിഷൻസ് ഉണ്ട്. രണ്ടാമത്തെ ഫോണ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഡിവിഷൻസ് ഉണ്ട്. അതിലിപ്പോൾ നമ്മളിപ്പോൾ താഴെ തൊട്ട് തുടങ്ങി കയറി വന്നു കഴിഞ്ഞാൽ മാമൽസ് ഉണ്ട്, പിന്നെ റെപ്റ്റൈൽസ്, ഈ പക്ഷികൾ, അങ്ങനൊരു സാധനമുണ്ട്. മാമൽസ് ആണെങ്കിൽ കണ്ടിട്ടുള്ള ഏതെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും അപൂർവമായിട്ട് കണ്ടിട്ടുള്ളത് പറയാൻ നല്ലത്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ആന, പോത്ത്, സിംഹം, പുലി എന്നൊക്കെ പറയുമ്പോൾ അതെല്ലായിടത്തും കാണാൻ പറ്റുന്ന ജീവികളാണ്. പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില ജീവികൾ ഞാൻ പറയാം. ഒന്ന് സ്മോൾ ട്രാവൻകൂർ ഫ്ലൈങ് സ്ക്വറൽ എന്ന് പറയുന്ന ഒരു മാമലുണ്ട്. നമുക്ക് എല്ലാവരും ജയൻറ്റ് ഫ്ലൈങ് സ്ക്വറൽ എന്ന് പറഞ്ഞാൽ അറിയാം, പറക്കുന്ന അണ്ണാനാണ്. ഒരു പക്ഷേ നമ്മൾ ചെവി ഓർത്ത് കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ നമുക്ക് മരത്തിൻ്റെ മുകളിൽ നിന്ന് പൂച്ചയുടെ ശബ്ദം പോലെ വളരെ നേരിയ ഒരു കരച്ചിലാണ്. അത് ഗ്രേറ്റ് വലിയ ജെയിൻറ്റ് ഫ്ലൈങ് സ്ക്വറലാണ്. അണ്ണാനാണ്, ഫ്ലൈങ് ആണ്. ഫ്ലൈങ് എന്ന് പറഞ്ഞാൽ ഗ്ലൈഡിങ് ആണ്. നമുക്കറിയാലോ, ഈ കൈകളെയും കാലുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഇവിടുത്തെ വളരെ ചർമ്മം ഇങ്ങനെ ചുരുക്കിടക്കും. അതിങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കും. അപ്പോൾ മരങ്ങളുടെ മുകളിലേക്ക് ചാടി കയറിയിട്ട് അടുത്ത മരങ്ങളിലേക്ക് അത് ചാടുകയും ചിറങ്ങി വിരിച്ച് കഴിയുമ്പോൾ ഗ്ലൈഡ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് പോകും. അതാണ് ഗ്ലൈഡിങ് എന്ന ആ പദമാണ് അതിന് നല്ലത്, ഫ്ലൈങ് എന്നുള്ളത്. പക്ഷെ പറയുന്നത് ഫ്ലൈ സ്കൂളാണ്. അപ്പോൾ ഈ വലുതിന് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, അതിൻ്റെ കരച്ചിലും കേട്ടിട്ടുണ്ട്. പക്ഷേ ചെറിയ ഒരെണ്ണമുണ്ട്, അതിൻ്റെ സ്മോൾ ട്രാവൻകൂർ ഫ്ലൈങ് സ്കൂൾ, കുഞ്ഞൻ പാറാൻ എന്നാണ് അതിന് പറയുന്നത്. അതിന് നിറം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പിൻ്റെ ഒരു നിറമായിരിക്കും, ചെറിയ വാലായിരിക്കും, നല്ല ബുഷിയായിരിക്കും. ഈ ജെയിൻ്റെ നിറം പക്ക ബ്ലാക്ക് ആയിരിക്കും, അതിൻ്റെ വാലിന് നല്ല നീളമുണ്ടാവും. പക്ഷേ ഇത് വളരെ കുഞ്ഞൻ പാറാനാണ്. എൻ്റെ ഈ കുഞ്ഞിനെ നമ്മുടെ കയ്യിലെടുത്ത് വെച്ചാൽ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഞാൻ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നത്. അത് വലുതായി വരുമ്പോൾ അതിൻ്റെ കളറിൻ്റെ റൂഫസ് കളറാണ്. വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഏകദേശം ഈ മുണ്ടിൻ്റെയൊക്കെ കുറച്ചുകൂടെ നേരത്തെ കളറാണ്. ഇവിടെ ഒരു വെളുത്ത ഭാഗം വരും, കുഞ്ഞൻ പാറ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ബ്രൗൺ പാം സ്ക്വറൽ എന്ന് പറഞ്ഞാൽ പാം സ്ക്വറൽ എന്താണ് ബ്രൗൺ, നമ്മൾ സിവറ്റ് ക്യാറ്റില്ലേ, അതിൻ്റെ ഒരു ബ്രൗൺ കളറുള്ള സാധനമുണ്ട്. നമ്മൾ ടോഡിക്കാറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ബ്രൗൺ കളർ സാധനമുണ്ട്. വളരെ അപൂർവമായിട്ട് തന്നെയാണ് ഈ സാധനത്തിനെ കാണുന്നത്. ബ്രൗൺ കളറായിരിക്കും. ഈ സാധാരണ ടോഡിക്കാറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭീകരരൂപയാണത്. അത് ലേഡി ആണെങ്കിൽ അത് കുറച്ച് നേർത്ത കളറായിരിക്കും. നല്ല ജെൻ്റാണെങ്കിൽ, നല്ല ആണാണെങ്കിൽ കറുത്ത് നല്ല പുള്ളിയൊക്കെ കാണും, നല്ല വാലുണ്ടാവും. ശരിക്കും നമ്മൾ സാധാരണ ഒരു മരപ്പെട്ടി എന്ന് പറയുമെങ്കിലും നല്ല ഗാംഭീര്യമുള്ള മൃഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ ബ്രൗൺ പാംസ്വിറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, ബ്രൗൺ പാംസ്വിറ്റ്. അത് അത്രയൊന്നും എളുപ്പത്തിൽ കാണാൻ പറ്റുന്നില്ല ഈ ഭാഗത്തൊന്നും, പക്ഷേ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു കണ്ടുപിടുത്തം എന്ന് പറയാനായിട്ട് നമ്മൾ വിവേക് മെനോൻ്റെ ഒരു പുസ്തകത്തിൽ ഒരിക്കൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്പൈനി ഡോർ മൗസ് എന്ന് പറഞ്ഞ ജീവിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ ആദ്യം കാണാം, അതിൽ ആദ്യത്തെ വോളിയത്തിലാണ്. അദ്ദേഹം റിവൈസ് ചെയ്ത് രണ്ടാമത് ഇറക്കി. അതിന് ആദ്യത്തെ പുസ്തകത്തിൽ ഈ സ്പൈനി ഡോർ മൗസ് എന്ന് പറയും. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എലിയാണ്, എങ്കിൽ പോലും അതിൻ്റെ ടെയിൽ ബുഷിയാണ്. അണ്ണാൻ്റെ വാല് പോലെ എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ആ ടെയിലിൻ്റെ അഗ്രം നല്ല ബുഷി കളറാണ്, ചെറിയൊരു വൈറ്റ് ടിപ്പും ഉണ്ട്. അതിൻ്റെ മീശ എന്ന് പറഞ്ഞാൽ ശരീരം പോകത്തിൻ്റെ അത്ര നീളം ഉണ്ടാവും. കുറിയ ശരീരമാണ്, ഇത്രയുള്ള ശരീരമാണ്, പക്ഷേ മീശ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് രോമം എന്ന് പറഞ്ഞാൽ മുട്ടുസൂചി പോലെ തറച്ചു വരും. അതാണ് സ്പൈൻ എന്ന് പറയുന്നത്. സ്പൈൻ ഡോർമൗസ് എന്ന് തന്നെ പറയുമെങ്കിൽ സ്പൈനി ഡോർമൗസ് എന്ന് പറയാൻ കാരണം ഈ മുള്ളു ഇങ്ങനെ നമ്മൾ തലയുടെ കഴിഞ്ഞ് കൈ കുത്തിക്കയറും. അതുകൊണ്ടാണ് അത് ഒരിക്കലും സംഭവം യാദൃശ്യമല്ല. ഞങ്ങൾ ഫീൽഡിൽ പോകുന്നു, ഈ കൂടെ ഉള്ളവരാരണ്ടൊക്കെ ഉണ്ട് നന്ന് കൂടെ എൻ്റെ ഓർമ്മ. ഞങ്ങളിങ്ങനെ ഫീൽഡിൽ പോയി നടന്ന് മടുത്ത് കഴിയുമ്പോൾ വിശ്രമിക്കാനിരിക്കും, ചുമ്മാ ഇരുന്ന് വിശ്രമിക്കും. ഈ കാട്ടിലെ കണ്ടുപിടുത്തങ്ങൾ മിക്കവാറും നടക്കുന്നത് ഇങ്ങനെയുള്ള സമയത്താണ് വന്നത്. ഒന്നെങ്കിൽ നമ്മൾ നടന്ന് തളർന്ന് അവിടെ നിന്ന് കുത്തിയിരിക്കുമ്പോൾ അതെന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എന്തിനും പാസ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ചിന്തയില്ലാതെ നോക്കിയിരിക്കണം. ആ സമയത്തായിരിക്കും നെസ്റ്റ് കാണുകയോ അല്ലെങ്കിൽ പ്രത്യേകമായ ജീവികളെ കാണുകയോ പക്ഷികളെ കാണുകയോ ചെയ്യുന്നത്. ഒരിക്കലും ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ താഴെ ഒരു എലി ഇങ്ങനെ ചത്ത് കിടക്കുമ്പോൾ ആരോ ഒരാൾ വിളിച്ചത് എലിമണി എന്ന ഒരു പേര് വിളിച്ചത്. എന്ന് വെച്ചാൽ അവിടെ ഒരു വാച്ചർക്ക് എലിപ്പനി പിടിച്ച സമയമാണ്, മുമ്പാണ്.
അപ്പോൾ ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ട് എലിമണി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. ഞാൻ ആദ്യം കാണുന്നത് ഇത് വാല് ബുഷായിട്ടാണ്. നമുക്കൊരു ഞെട്ടൽ അനുഭവപ്പെടുക. കാരണം നമ്മളുടെ ഇമാജിനേഷനിലുള്ള, നമ്മൾ കേട്ടുകേൾവിയുള്ള ആ പടത്തിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനത്തെ കണ്ട് ഓടിച്ചെന്ന് അതിനെടുക്കുമ്പോൾ അതിന് കുഞ്ചിക്ക് ഏതോ ഒരു പക്ഷി പിടിച്ചതാണ്. ഏതോ ഇരപിടിയും പിടിച്ചിട്ട് അത് പിടഞ്ഞിട്ടോ എന്തോ ഇട്ടിച്ച് പോയതാണ്. കൃത്യമായിട്ട് ചത്ത് കിടക്കണം. അപ്പം നോക്കി വാല് കറക്റ്റാണ്, മീശ കറക്റ്റാണ്, മുള്ള് കറക്റ്റാണ്. അപ്പോൾ റെക്കോർഡാക്കിയത്. അപ്പോൾ തന്നെ അന്ന് ഇവിടെ സുഗതൻ സാറുള്ള സമയമാണ്. അപ്പോൾ സുഗതൻ സാറെന്ന് പറഞ്ഞാൽ അപ്പോൾ ക്യാമറ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ തന്നെ സാറിനെ വിളിച്ചു. ഇതിൻ്റെ അങ്ങേ സൈഡിലെ സെക്ഷനിലാണ് സംഭവിച്ചത്. അങ്ങനെ വിളിച്ചു, അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തു. ഇപ്പോഴും അതിൻ്റെ പടം അവിടെ ഇരിപ്പുണ്ട്, സ്പെസിഫിലും ഇരിപ്പുണ്ട്. അത് ഈ ഫോർമാലിറ്റി കണ്ടിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം 2-3 പ്രാവശ്യം ഈ സ്പെസിഫിൻ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അത് ഒരു വലിയ സൈറ്റായിട്ട് വളരെ കൗതുകവും അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു കാഴ്ചയായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്നു. ബ്ലാക്ക് പാന്തർ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഞാൻ നിരീക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി മുള്ളൻപന്നിയാണ്. ബാക്കി എല്ലാം കടുവയും പുലിയൊക്കെ, സാധാ പുലിയൊക്കെ ഈ മുള്ളൻപന്നിയെ പിടിക്കും എങ്കിലും എൻ്റെ നിരീക്ഷണം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇവനാണ് പിടിക്കുന്നത്. ഇവൻ പിടിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ചാൽ ഇത് തിന്നുന്ന പണ്ടും കൂടുതലൊക്കെ ദൂരെ മാറ്റി വെക്കും. എന്നിട്ട് കഴിക്കുന്നത് അരിഞ്ഞ് ആ തല മാത്രം അവിടെ ഇട്ടേച്ച് പോകും. ഇതുപോലെയുള്ള 2-3 കൂടുതൽ കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതെങ്ങനെയാണ് എന്ന് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഇവർ പോകുന്ന ഒരാഴ്ച മുമ്പ് നമുക്കിവിടെ ബോർഡർ ഹൈക്കിംഗ് എന്നൊരു പരിപാടിയുണ്ട്. ബോർഡർ ഹൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ അറ്റത്ത് തുടങ്ങി അടുത്ത ഈ സാൻഡിലെ അറ്റത്തേക്ക് നടക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ അനുവാദം കിട്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റാഫ് ഇത് ഗണ്ണും പിന്നെ 3 വാച്ചർമാർ യൂണിഫോമിലും ആണ് ഇവരെ കൊണ്ടുപോകുന്നത്. അവരെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി ഇന്നലെ പക്ഷേ പോയിട്ട് വന്നതാണ്. അതിന് മുമ്പൊരു ടീം കൊണ്ടുപോയി കഴിയുമ്പോൾ ഇവർ പെട്ടെന്നൊരു കില്ല് കാണുകയാണ്. മുള്ളൻപന്നിയുടെ കില്ല് കാണുന്നു, ചോര ഇങ്ങനെ ഒഴുകണം. ഇത് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് അരിഞ്ഞു വെച്ച പോലെ തന്നെ അതിൻ്റെ തലയിരിക്കുന്നു, പണ്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. എല്ലായിടത്തും കാണുന്ന പോത്തുമായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ കണ്ടു. അത് തന്നെ ഒരു 10-30 ആയിട്ട് ചുവട് മാത്രം വയ്ക്കുമ്പോൾ മരത്തിൽ നിന്നൊരു കരിങ്കുരങ്ങ് ചാടി ഇറങ്ങുകയെന്ന് ഈ സ്റ്റാഫ് പറയുന്നത്. അപ്പം വേറെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കരിങ്കുരങ്ങ് ചാടി പെട്ടെന്ന് ഇവനൊരു ബോധോദയം ഉണ്ടാണ്. തട്ടേക്കാട് പഠിച്ചതെങ്കിൽ ചരിത്രത്തിൽ ഇതുവരെ കരിങ്കുരങ്ങനെ സൈറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ കരിങ്കുരങ്ങനെ ഇവർ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ ബ്ലാക്ക് പാന്തർ മരത്തിൽ ചാടി ഓടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ കില്ലും ഈ കൊന്ന ആളെയും കൃത്യമായിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണ് അതിൻ്റെ നിരീക്ഷണത്തിൽ ഈ മുള്ളൻപന്നികളെല്ലാം അടിക്കുന്നത് ഇവനാണ് എന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഈ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്നത് ശരിക്കും പാന്തർ തന്നെയാണ്, ലെപ്പേഡ് തന്നെയാണ്. അതിനകത്ത് മെലാനിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന പോലെ പ്രശ്നം വരുന്നുണ്ട്. സാധാരണ നമുക്കറിയാം മെലാനിസം ഉണ്ട്, പിന്നെ ആൽബിനിസം ഉണ്ട്. ആൽബിനിസം എന്ന് പറഞ്ഞാൽ ജീവി വെളുത്തു. അതൊരു മ്യൂട്ടേഷനിൽ വരുന്ന വ്യത്യാസമാണ്, ജനിതപരമായ തകരാറാണ്. പക്ഷേ ആൽബിനിസം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിറം കൊടുക്കുന്ന ഗ്രന്ഥിയിൽ വരുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കറുത്തു പോവുക ചെയ്യുന്നത്. നമ്മൾ ഈ കരിമ്പുലിനെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നാടൻ പുലി കാണുന്ന പോലെ ആ റോസേറ്റ്, ആ കറക്റ്റ് ആ ഒരു വലയുണ്ടല്ലോ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസൈനുണ്ട്, റോസെറ്റ് എന്ന് പറയുന്നത്. ആ ഡിസൈൻ കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇവൻ കുറച്ചൊരു ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. കറുത്തു പോയതുകൊണ്ടാണോന്ന് അറിയത്തില്ല. പക്ഷേ ഭയങ്കര അഗ്രസീവാണ്. നമ്മുടെ പല ക്യാമറ ട്രാപ്പുകളിൽ ഇവർ കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പുലിയുടെ മൂവ്മെൻറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. നമ്മുടെ ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുള്ള നമ്മുടെ അനുഭവത്തിൽ പുലിയുടെ മൂവ്മെൻറ്റ് മിക്കവാറും വെളുപ്പിനാണ്. ഒരു 6 മണിയോ അതിന് ശേഷമൊക്കെ ഉള്ള ഒരു സമയത്തുള്ള വെളുപ്പിന്. കടുവയുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി 2 മണിക്കൊക്കെ ശേഷമാണ്. എന്ന് വെച്ചാൽ ആ മനുഷ്യരിലെ ഉറങ്ങുന്ന എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുന്ന ഒരു വെളുപ്പം കാലമുണ്ടല്ലോ. ആ സമയത്തെന്ന് പറഞ്ഞാൽ മനുഷ്യരൊന്നും ഉണ്ടാവില്ല. കാരണം മനുഷ്യരായിട്ടുള്ള എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ഇതിൻ്റെ ഇവിടെ കിട്ടുക. നമുക്ക് ഇരിക്കുന്നത് 2 മണിക്കോ 2:15 മറ്റാണ് തൊട്ടപ്പുറത്തുനിന്ന് കടുവയുടെ നമുക്ക് ക്യാമറ ട്രാപ്പ് കിട്ടി. കൃത്യം ടൈമൊക്കെ അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഏതെല്ലാം മൃഗങ്ങളെ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ആനയെ കണ്ടിട്ടുണ്ട്, കടുവയെ കണ്ടിട്ടുണ്ട്. കടുവയിൽ മാത്രം ഇവിടെ നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ കണ്ടിട്ട് നമ്മുടെ ക്യാമറയിലാണ് കണ്ടിട്ടുള്ളത്. പുലിയെ കണ്ടിട്ടുണ്ട്, അതും നമുക്ക് ക്യാമറയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബ്ലാക്ക് പാന്തർ കണ്ടിട്ടുണ്ട്, കാട്ടുപൂച്ച, മരപ്പെട്ടി 2 തരം, ഈ പല മലയണ്ണാൻ ഉണ്ട്, മലബാർ എന്ന് പറയുന്ന ഒരു സാധനം, മലയണ്ണാൻ എന്ന് പറയുന്ന സാധനം. പിന്നെയുള്ളത് ഈ ഫ്ലൈയിങ് സ്ക്വിറൽ എന്ന് പറയുന്നത് 2 ഇനമുണ്ട്. പിന്നെ മുള്ളൻപന്നി, കാട്ടുപന്നി, കേഴ,
സാമ്പാർ ഡിയർ, മ്ലാവ്, പുള്ളിമാന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുള്ളിമാന്, പിന്നെ വെരുക്, ചെറുവെരുക് എന്നൊരു സാധനം കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒട്ടേറെ പുള്ളിമാന് നമ്മളിവിടെ നമ്മുടെ സാഞ്ചലിക്കകത്ത് ഒരു ഡിയർ റെഫ്യൂജ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 10-28 മാനുകൾ ഇങ്ങനെ പെരുകി നിൽക്കുകയായിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഒരു നയം വന്നതിന് വേറെ ഒന്നുമില്ല, ഇതെല്ലാം തീറ്റിക്കൊണ്ട് 10-16 ലക്ഷം രൂപ ഒരു വർഷം വേണമായിരുന്നു. അപ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു നിർദ്ദേശം മുകളിൽ നിന്ന് അവനെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. വേറെ ഒരിടത്ത് കൊണ്ടുപോയി റിലീസ് ചെയ്താലേ ചത്തുപോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിന് റിലീസ് ചെയ്തൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആ ഓഫീസിനോട് അവിടെ വന്നിട്ടില്ല, ആ ഓഫീസിനോട് ചേർന്നാണ് എനിക്ക് കൂടെ ഉണ്ടായിരുന്നത്. അവിടെ മുതൽ നമ്മൾ ഡോർമെട്രിയുടെ സൈഡ് വരെ കാല് കുത്തിയിട്ട്, ഈറ്റയുടെ കാല് കുത്തിയിട്ട് കറുത്ത പോളിത്തീൻ കൊണ്ടുവന്നിട്ട് ഒരു 5 അടി പൊക്കത്തിൽ മറച്ചു വെച്ചു, 2 സൈഡും മറച്ചു വെച്ചു, ഒരു പാത്തുണ്ടാക്കി. അപ്പോൾ ഈ കൂടിൽ നിന്ന് ഇങ്ങനെ ഒരു പാത്തുണ്ടാക്കിയിട്ട് ആ റോഡിലൂടെ കടത്തിക്കൊണ്ട് വന്ന് ശരി ഈ കാട്ടിലേക്ക് വരെ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 250 മീറ്ററോളം ദൂരത്തിൽ നമ്മൾ ആ പാത്തുണ്ടാക്കി. എന്നിട്ട് എന്ന് വെച്ചാൽ ഈ മാനുകൾ കിടന്ന കൂടെന്ന് തുറന്നു കൊടുത്തു. അത്രയും ഭാഗത്ത് ഈ പാത്തിനുള്ളിൽ അങ്ങ് തുറന്നു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഓടിയിട്ട് കൃത്യം ഡോർമെട്രി എടുത്തത് അപ്പുറത്തെ കാട്ടിലേക്ക് പോയി ചാടിപ്പോയി. അങ്ങനെയാണ് അതിനെ റിലീസ് ചെയ്തത്. പക്ഷേ അത് നമുക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് പുള്ളിമാൻ ഇല്ലാത്തൊരു ഹാബിറ്റാറ്റാണ്, പുള്ളിമാൻ ജീവിക്കേണ്ട ഹാബിറ്റാറ്റ് അല്ല ഇത്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം മനുഷ്യരുമായിട്ട് വലിയ കോൺഫ്ലിക്റ്റുകൾ വന്നു. കുറേ എണ്ണം ചത്തു, കുറേ എണ്ണത്തിനെ കൊന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കുറേ കേസുകളുണ്ടായി. കാട്ടിലൊരിക്കലും ഒരു കൊമ്പ് കുരുങ്ങി ഒരു മാൻ ചാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം അവരതുമായിട്ട് ഇണങ്ങിയാണ്. പക്ഷെ ഇവിടെ 2-3 മാനുകളുടെ കൊമ്പിൽ വള്ളി കുരുങ്ങി പോലും ചത്തതായിട്ട് നമുക്ക് ഉണ്ടായി. അങ്ങനെ ആ ഒരു തലമുറ മിക്കവാറും അങ്ങ് നാമാവശേഷമായി കഴിയുമ്പോൾ അടുത്ത തലമുറയായപ്പോൾ ജനവാസം കുറച്ചുകൂടി അങ്ങോട്ട് അകന്നകന്ന് വന്നു തുടങ്ങി. ഇപ്പോൾ ഒരു 4-ാം ജനറേഷൻ 5-ാം ജനറേഷനൊക്കെയായി. ഇപ്പോൾ അത് കാട്ടിലാണ് കാണുന്നതെങ്കിലും അവ ഈ ഇരപിടിയന്മാരെ ഭയന്നിട്ട് ഇതെല്ലാം ജനവാസ മേഖല, കാടിനോട് ചേർന്ന ജനവാസ മേഖലയിൽ റബ്ബർ തോട്ടങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ കടുവയുടെയും ഈ കാട്ടുപട്ടികളുടെയും പുലിയുടെയും ഒക്കെ സാമീപ്യമുള്ളതാണ് ധാരാളമായിട്ടുള്ള ഈ മ്ലാവ് എന്ന് പറഞ്ഞ ജീവികൾ. പോരാ തട്ടക്കാടെത്തി വന്നേക്കാം. ഈ മ്ലാവ് എന്ന് വെച്ചാൽ ഓരോ പറമ്പിലും നമ്മൾ നിൽക്കുന്നത് 40 എണ്ണം 45 എണ്ണം അങ്ങനെ ഓരോ ഇതിൽ നിൽക്കുകയാണ്. എല്ലാം താഴെ വന്ന് നിൽക്കുകയാണ് ജനവാസ മേഖലയിൽ. ഒരെണ്ണം കാട്ടിലേക്ക് വരുന്നില്ല. കാട്ടിലേക്ക് വന്നാൽ ഇവന്മാർ പിടിക്കുന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഇവന്മാർ കാട്ടിലേക്ക് വന്നില്ലെങ്കിൽ, കടുവയോ പട്ടിയോ പുലിയോ ഇവയെ പിടിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദോഷം എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു പച്ചപ്പ് പോലും കാണില്ല. ഇപ്പം നമുക്ക് ആന കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്, കുരങ്ങിനെ കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്, അത്രയധികം തന്നെ ഇപ്പം മ്ലാവുകളെ കൊണ്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. ഇന്നലെയൊക്കെ ആയിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവരുടെ പച്ചപ്പ് വഴുതല നട്ടാൽ അത് കളയും. റംബൂട്ടാൻ തിന്നുന്ന ഒരു ജീവിയെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ഇവിടെ റംബൂട്ടാൻ്റെ ഒരു തലപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ ബ്രൗസ് ചെയ്യാനുള്ള കാണിച്ച് കുറച്ച് ദൂരെ കളയും. കപ്പ, റബ്ബർ തൈകൾ, റബ്ബറിൻ്റെ തൊലി, ഇത് കൂടാതെ ഇതിന് വേറെ സുഖമുണ്ട്. ഈ കൊമ്പിന് കടിയുണ്ടാവും, കൊമ്പിരികളുണ്ടാവും, പറയാറാവും. അതിങ്ങനെ മരത്തെ കൊണ്ട് റബ്ബറിനെ കൊണ്ട് ഇത് ഉരച്ച് ഈ റബ്ബറിൻ്റെ ഒക്കെ തൊലി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെയാണ് പോകും. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ജീവികളെല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ പാമ്പുകളുടെ കാര്യം പറയാം. പാമ്പുകൾ വളരെ റയറായിട്ടുള്ള കുറേ പാമ്പുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. പാമ്പുകൾ എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഓരോന്നിനെക്കുറിച്ചും അടുത്തറിഞ്ഞ് മനസ്സിലാക്കി ചെല്ലുമ്പോൾ അവയെല്ലാം വളരെ പാവങ്ങളാണ് എന്ന്. ഇപ്പോൾ രാജവെമ്പാല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരിസരത്തിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ 8 എണ്ണമെങ്കിലും കേസ്, ഇപ്പോൾ 8 എണ്ണം കവിഞ്ഞു എനിക്ക് തോന്നുന്നു. 8 കേസെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു വർഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന അനീഷൊക്കെയാണ് അതിൽ എക്സ്പേർട്ടുകളാണ്. അപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം വളരെ ജെന്റിലായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു പാമ്പാണ് ഈ രാജവെമ്പാല. അത് ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ്, ഏറ്റവും വലിയ വിഷപ്പാമ്പാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ പുതുതായിട്ട് വെസ്റ്റേൺ കാട്ടിൽ കാണുന്നതിന് ഒരു പ്രത്യേക ജാതിയായിട്ട് തിരിച്ചിട്ടുണ്ട്. നേരത്തെ ഓഫിയോഫാഗസ് ഹെന്ന എന്ന ശാസ്ത്രീയ പേരിലാണ് അറിയപ്പെടുന്നത്. ഹെന്ന എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ പേരാണ്. ഓഫിയോഫാഗസ് എന്ന് പറഞ്ഞാൽ ഒന്നുണ്ട്. അപ്പോൾ ഹെന്ന എന്നുള്ള ആ ഒരു ജീനസ് മാറിയിട്ട് ഓഫിയോഫാഗസ് കാലിംഗ എന്ന ഒരു നാമത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഹെന്ന എന്നുള്ള സ്പീഷീസിൽ നിന്ന് മാറി പുതിയൊരു സ്പീഷീസായിട്ട് ഇതിനെ കണക്കാക്കി ശാസ്ത്രം അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നിരിക്കുന്ന ഈ രാജവെമ്പാലയൊക്കെ സർവ്വസാധാരണമായിട്ട് ഇവിടെ കാണുന്നതാണ്.
നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഏതെങ്കിലും ചൂടാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും വീട്ടിലേക്ക് വന്ന് കയറും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് വന്ന് കയറും. അത് നമുക്ക് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ രാജവെമ്പാല മാത്രമല്ല എല്ലാ പാമ്പുകളും കയറും. പക്ഷെ നമ്മളിവിടെ അപൂർവമായിട്ട് കാണുന്നതാണ് ഒരു കാർഡമം ഷീൽഡ് ടെയിൽ എന്നൊരു സാധനം. കാർഡമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏലാണ്. ഏലമലക്കാടിൽ കാണുന്ന ഒരു മൺപാമ്പാണ് ഈ പറയുന്ന കാർഡമം ഷീൽഡ് ടെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ വാല് ഒരു പ്രത്യേക കളർ, ഓറഞ്ച് കളറിൽ ഒരു തലയായിട്ട് നമുക്ക് തോന്നും. എൻ്റെ വാലെന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറായിട്ടിരിക്കും. അപ്പോൾ ഈ വാലും തലയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഭേദം തോന്നാത്ത വിധത്തിലുള്ള ഒരു റെയറായിട്ടുള്ള പാമ്പാണ് അത്. നമ്മൾ ഈ ചുറ്റുപാടിൽ, ഈ നനവുള്ള ചുറ്റുപാടിൽ കഴിഞ്ഞ സീസണിൽ തന്നെ 3-4 എണ്ണത്തിന് നമുക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കിട്ടി. റെയറായിട്ടുള്ള സാധനമാണ്. ഇല്ല, കീൽബാക്ക് എന്ന് പറഞ്ഞാൽ ഈ മണ്ണിലേക്ക് ജീവിക്കുന്ന സാധാരണ പാമ്പാണ്. നമ്മൾ പറയില്ലേ ഇരുതലയിൽ, ശരിക്കും ഇരുതല മൂരി എന്ന് പറഞ്ഞാൽ ബോവയാണ്. ഇതിന് നമ്മൾ പറയുന്നത് ചട്ടുവത്തലയിൽ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ശരിക്കും ഇരുതല മൂരി എന്ന് പറയേണ്ടത് ഈ പാമ്പുകളാണ്. 2 തലയുള്ള. പക്ഷെ ഇവര് പറയുന്ന ആ സ്റ്റാൻഡേർഡായിട്ട് പറയുന്ന സാധനം വെച്ചാൽ റെഡ് സാൻഡ് ബോവ എന്ന് പറഞ്ഞാൽ വലിയ സാധനമാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ പാമ്പ്. പിന്നെ കീൽ ബാക്ക് എന്ന് പറഞ്ഞ റെയറായിട്ടുള്ള ഒരു പാമ്പ് ഇതിൽ എപ്പോഴും കാണാവുന്നതാണ്. അതിങ്ങനെ ഒരു നീർക്കോലിയുടെ കുടുംബമാണ്, നീർക്കോലികൾ തന്നെയാണ്. പക്ഷെ അതിങ്ങനെ എന്തെങ്കിലും ശബ്ദം കേട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു, മുറുക്കം നിൽക്കുന്ന പോലെ இருக்கும். സാധാരണ ഇതാണ്. പിന്നെ ഗ്രീൻ കീൽ ബാക്ക് ഉണ്ട്. അങ്ങനെ കുറേ പാമ്പുകളും റെയറായിട്ടുള്ള സാധനങ്ങൾ നമുക്ക്. ബിബ്രോൺസ് എന്താണ് കോറൽ സ്നേക്ക് എന്ന് പറയുന്ന സാധനം. ഈ കോറൽ സ്നേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിക്കയറുന്ന ഒരു ഫീലാണ്. നമ്മൾ കോറൽ സ്നേക്കിനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വാല പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ ഈ അടിഭാഗം ഉണ്ടല്ലോ, ഈ വയറിൻ്റെ അടിഭാഗം, അവിടെയാണ് കോറൽ നിറവായിരിക്കും. വെറുതെ ഒരു കോറൽ സ്നേക്ക് യൂട്യൂബ് ഈ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡോർസൽ വെൻട്രൽ എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ആ അടിഭാഗം എന്ന് പറഞ്ഞാൽ നല്ല കറക്റ്റ് നമ്മുടെ ഒരു കോറലിൻ്റെ നിറമായിരിക്കും. നല്ല രസമുള്ളതാണ്. ഈ പാമ്പുകളുടെ ഒരു വലിയ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോഴാണ്, അരിപ്പയിൽ ജോലി ചെയ്യുമ്പോഴാണ്. അവിടെ 2 വർഷം ഇതുപോലൊരു കാട്ടിലാണ്. കറക്റ്റ് ഇതുപോലെ തന്നെ ഒരു കോട്ടേഴ്സ് മുഴുവൻ കാണാനൊക്കെ ഉള്ള കാടാണ്. അപ്പോൾ ഞാൻ മാത്രമാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. അപ്പോൾ മിക്കവാറും അവിടെ പാമ്പുകൾ കയറും. അവിടെ വരുമ്പോഴാണ് പല അബദ്ധങ്ങളും നമുക്ക് പറ്റിയിട്ടുണ്ട്. പാമ്പിനോട് പാമ്പിങ്ങനെ വന്ന് കയറിയിരിക്കുന്നുണ്ടാവും, നമ്മൾ ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ അറിയില്ല. അപ്പോൾ ഒരിക്കലും ട്രാവൻകൂർ എന്താണ് ക്യാഷ് സ്നേക്ക് എന്ന് പറയുന്നത് അത്യപൂർവങ്ങളിൽ അപൂർവം ഒരു പാമ്പാണ്. പക്ഷെ അതെല്ലാം കൈവിട്ട് പോയ പിന്നെയാണ് ഈ പടം കണ്ട് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ പാമ്പിനെ നമ്മൾ സ്പെസിഫിക് എടുത്ത് കൊണ്ടുവരേണ്ടതായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ പറയുന്ന ഈ പാമ്പുകളുടെ ഒരു നോഡൽ ഓഫീസറുണ്ട് നമ്മുടെ അൻവർ സാർ, മുഹമ്മദ് അൻവർ സാറും ഞങ്ങളിങ്ങനെ നടന്നു കഴിയുമ്പോഴായിരിക്കും ഒരു കറുത്ത പാമ്പ്, ചെറിയ പാമ്പിനായിരുന്നു. അപ്പോൾ അദ്ദേഹം പോയി ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കോറൽ സ്നേക്കാന്ന് എനിക്ക് മനസ്സിലായി. കറുത്താണ്, ഇവിടെ ഒരു വെള്ളക്കാരുണ്ട്, കോറൽ സ്നേക്കാണ് സാറുന്നത്. വിട്ടേക്കട്ടെ എന്ന് ചോദിച്ചു. ഒരു ബുദ്ധി കൊണ്ട് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അതാണ് വിട്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ബെഡോംസ് കോറൽ സ്നേക്ക് എന്ന് പറഞ്ഞാൽ അത്യപൂർവ്വം. ഇത് മനുഷ്യന് കാണണ്ടേ അതുപോലും പറ്റില്ല. അങ്ങനെ ഒത്തിരി പാമ്പുകൾ അവിടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ബിബ്രോൺസ് കോറൽ സ്നേക്ക് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായൊരു കാഴ്ചയാണ്. ഇപ്പോൾ ഷിബു ഇട്ടിരിക്കുന്ന ആ ടീഷർട്ടിൻ്റെ നിറങ്ങളിങ്ങനെ പല വർണ്ണങ്ങളിലുള്ള നിറങ്ങളിങ്ങനെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പിന്നെ പക്ഷികളുടെ ലോകം, ചിത്രശലഭങ്ങളുടെ ലോകം, ഇതൊക്കെയാണ് നമ്മുടെ അനുഭവം. പറക്കുന്ന ഓന്തുണ്ടല്ലോ ഇവിടെ, ഇഷ്ടമുണ്ട്, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് സമയമുണ്ട്. ഇപ്പോൾ വെള്ളം ആകുമ്പോഴത്തേക്കും ഉണ്ടാവും. അതിൻ്റെ ഒരു മീറ്റിംഗ് ടൈമും തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ എല്ലാ മരങ്ങളിലും നോക്കി കാണാൻ പറ്റും. അതിങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഞങ്ങൾ വന്നപ്പോൾ അവിടെ കണ്ടിരുന്നു. അപ്പോൾ സമയമായിട്ടുണ്ടത്. പിന്നെന്താണ് ചോദിച്ചോ? സാറിന് ഇവിടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ കാട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആനിമൽസിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആനയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങളെ എക്സ്പീരിയൻസ് നിന്നുകൊടുക്കാറില്ല. അവരുടെ ഇതാണ് ഞങ്ങൾ പലർക്കും പലവട്ടം ആനയൊക്കെ വട്ടം നിൽക്കുന്നത് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടല്ല, അത് നിത്യ സംഭവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പലപ്പോഴും വണ്ടി കൊണ്ട് വരുമ്പോൾ റോട്ടിൽ ഇങ്ങനെ ആനന്ദിക്കും. നമ്മൾ കുറച്ചവിടെ നിർത്തിയിടും, അവർ കുറച്ച് ഇവിടെ അങ്ങനെ ശല്യം. പക്ഷെ തെക്കുടി വെച്ച് ഒരു അനുഭവം വലിയതായിട്ട് ഉണ്ടായിട്ടില്ല. പതിനെട്ടാറ് സ്ഥലം ജോലി ചെയ്യുമ്പോൾ സന്ധ്യാസമയം ഞങ്ങൾ ഇറങ്ങി വരിക. 14 കിലോമീറ്റർ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ തേക്കടിയിലേക്ക് എത്താൻ പറ്റും. ഞങ്ങൾക്ക് എത്ര ഗവൺമെൻറ്റിലേക്ക് എത്താൻ പറ്റും. നമ്മളവിടെ നിന്ന് ഒരു 4 മണി ആകുമ്പോഴാണ് വൈകിയാണ് ഇറങ്ങുന്നത്. പിറ്റേ ദിവസം അത്യാവശ്യം എത്തേണ്ടതാണ്. ഇറങ്ങി വരുന്ന ചെറിയ മഴയുള്ളതുകൊണ്ട് ആന ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അക്കരെ ഇങ്ങനെ ഒരു ഞങ്ങളുടെ സൈഡിൽ ഇങ്ങനെ തോടെടുക്കുന്നു, ഞങ്ങൾ റോഡേ വരുന്നു, ആന അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു.
അപ്പോൾ ആന കയറി വരുന്നത് നോക്കി നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ എന്ന് കരുതുന്ന ഒരു ആന അവിടെ വന്നിട്ട് ഇത് ഒരു കാരണവശാലും മാറുന്നില്ല. ഞങ്ങൾക്ക് പോയിട്ട് റോഡിൻ്റെ സൈഡിൽ ഇരുന്നപ്പോൾ ഭയങ്കര കളിയും ചിരിയൊക്കെ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ ഉള്ള ആളോട് പറഞ്ഞു, അത് തോക്കൊക്കെ ഉണ്ടെന്ന്, തേക്കടിലൊരു തോക്കൊക്കെ ഉണ്ട്, തോക്കലോടി ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടെ പറഞ്ഞു ഇനി നമ്മൾ വൈകി നമ്മൾ ഒറ്റപ്പെട്ടു പോകും, അപ്പോൾ നമുക്ക് പതുക്കെ നീങ്ങാൻ തോന്നും. അപ്പോൾ ഇത് റോഡാണെങ്കിൽ ആന തൊട്ടപ്പുറത്ത് ഞങ്ങളെ ചോദിച്ചാൽ ഉപ്പൂറ്റി നിലത്ത് കുത്താതെ ഈ ഫ്രണ്ട് ടോ മാത്രം വെച്ചിട്ട് തോക്ക് പതുക്കെ ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. അടുത്ത് വന്നപ്പോൾ തിരിഞ്ഞു നോക്കി ആന ഭയങ്കര ശബ്ദം കേട്ടു ഇങ്ങനെ കറങ്ങി വരുന്ന മാത്രമാണ്. പിന്നെ കണ്ണിൽ ഇരുട്ട് പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 100-300 മീറ്റർ ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അത്ര എന്നെക്കാളും കൊച്ചു ചെറുക്കൻ ആ പൈന പറഞ്ഞിട്ട് തോക്ക് കയ്യിൽ ഇരിപ്പുണ്ട് അവിടെ. പക്ഷെ ആന അവിടെ തന്നെ നിൽക്കുകയാണ്. ആന എന്തോ ശബ്ദം കേട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ചെറിയ അന്നൊക്കെ ആനയെ പേടിയായിരുന്നു, വലിയ പേടിയായിരുന്നു വെച്ചാൽ അന്നൊക്കെ എന്താ പറയുക സർവീസിൽ കയറുന്ന സമയത്ത് നമുക്ക് കാടുമായിട്ടൊന്നും അത്ര വലിയ ബന്ധങ്ങളില്ല, അങ്ങനെയൊക്കെയുള്ള അനുഭവമുണ്ട്. പിന്നെ എൻ്റെ ഒരു ഉത്തമമായ വിശ്വാസമുണ്ട്, അതൊരു വിശ്വാസമാണ്, ഞാൻ ഇവയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ദോഷം വരുത്താനോ അല്ല ഈ കുപ്പായിട്ടിരിക്കുന്നത്. ഇവർക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, മനസ്സിൽ പറയാറുണ്ട്, അവരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുപ്പായം ഇട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതൊരു ഉപദ്രവം ഉണ്ടായില്ല. പിന്നെ തേക്കടി ജോലിക്ക് കയറുമ്പം മരിച്ച വാച്ചർ കണ്ണനുണ്ട്, കണ്ണൻ ഒരു പ്രഗത്ഭ വാച്ചറായിരുന്നു കണ്ണൻ. അപ്പോൾ പുള്ളി ഞങ്ങളോട് മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ കാട്ടിൽ അത് അവിടുത്തെ ആദിവാസികൾ ചൊല്ലുന്ന ഒരു മന്ത്രമാണ്. നമ്മൾ കാട്ടിൽ എപ്പോഴും ആനയുള്ള കാട്ടിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഒഴിവിട്ടുണ്ട്, നിന്റെ അടി കണ്ടാലും നിന്റെ തടി കാണരുത്, ഇതാണ് മന്ത്രം. നിന്റെ അടി മീൻസ് നിന്റെ കാൽപാദം എത്ര വേണേലും കണ്ടോട്ടെ, പിണ്ടം വേണേലും കണ്ടോട്ടെ, പക്ഷെ നിന്റെ തടി കാണിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആനയ്ക്ക് ഭയങ്കരമായ ഒരു എന്താണ് ഭയങ്കര കഴിവ് മനുഷ്യനൊക്കെ അല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വെച്ച് ഇങ്ങനെ ആനയെ സ്വപ്നം കാണാറുണ്ട്. ആന ഓടിക്കുന്നത്, ആന പായിക്കുന്നത്, ആന പിടിക്കാൻ ശ്രമിക്കുന്നത് ഭയങ്കരതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഡോർമെറ്റ് വെച്ചിട്ട് കൊച്ചിയിലെ ഒരു ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഒരു പടം തന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ആംഗിൾ എടുത്തിട്ടുള്ള ഒരു കൊമ്പനാന കാട്ടാന ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു, ഒരു മനോഹരമായ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇവനെ കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചാണ് അവിടെ അവിടെ സാധാരണ ഒരു വലിയ ഹൈറ്റിൽ അവിടെ ഈ സ്റ്റെയർ കയറി ചെല്ലുന്ന ഭാഗത്ത് എവിടെ നിന്നും നോട്ടം കിട്ടാവുന്ന ഭാഗത്ത് ഇവനെ കൊണ്ട് ഞാൻ കൃത്യമായിട്ടാണ് വെച്ചു. വേറെ ഒന്നുമല്ല, അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. എനിക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വിശ്വാസമല്ലേ അതൊക്കെ വിശ്വാസത്തിന് ഡെഫിനേഷൻ ഇല്ല കേട്ടോ. അത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ്. ആനയിൽ നിന്നും അങ്ങനെ ഇതുപോലെയുള്ള പ്രശ്നമുണ്ട്, നേരെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു അപകടവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. സാറ് പറഞ്ഞത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മറ്റ് ജീവജാലങ്ങളൊന്നും നമ്മൾ ദ്രോഹിക്കില്ല. 100% സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളതിൽ പൂർണ്ണമായിട്ട് അർപ്പണം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാനായിട്ട്? എന്താ പറയാ, ഇത് എവർഗ്രീൻ ആണോ അങ്ങനെയുള്ള ഇവരുടെ പൊതുവായിട്ടുള്ള സംശയമാണ്. നമുക്ക് അത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ വിവക്ഷിക്കാൻ സാധിക്കുക ഈ കാടിനെ കുറിച്ച്? നമ്മുടെ കാട് ഇപ്പോൾ നമ്മളിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ തേക്ക് ഉണ്ടെന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. തേക്ക് എന്ന് പറഞ്ഞാൽ ഇല പൊഴിക്കുന്ന ഒരു പ്രധാന സസ്യമാണ്, മരമാണ്. അത് കൃത്യമായിട്ട് സീസണിൽ ഇല പൊഴിക്കും. അപ്പോൾ ആ തേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇല പൊഴിക്കുന്ന ഒരു കാടായിട്ട് കണക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള സഹസസ്യങ്ങളെല്ലാം വളർന്നൊരു നിൽക്കുന്നുണ്ട്. നമുക്ക് സെമി എവർഗ്രീനായിട്ട് കൂടി ഇതിനെ കണക്കാക്കി പോകാം. സെമി എവർഗ്രീൻ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ചില ടിപ്പിക്കൽ കീ സ്പീഷീസ് ഉണ്ടാവും മരങ്ങളിൽ. ആദ്യം തന്നെ നമുക്ക് പറയട്ടെ, ഇല പൊഴിക്കുന്ന ഈർപ്പമാണ് മോസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ്. അത് എല്ലാ കാലത്തും സീസണിൽ ഇല പൊഴിക്കുന്നു. അത് ഒരു വീവർ കൂടുണ്ടാക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ പറയും വേനൽക്കാലം ആകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇല പൊഴിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ വേറൊരു രീതിയിൽ തന്നെ ആ ഋതു ആകുമ്പോൾ മഴ ഉണ്ടെങ്കിൽ അത് ഇല പൊഴിക്കുക. ചില സമയത്ത് നമ്മളങ്ങ് കാണാറുണ്ട് മഴ ഉണ്ടെങ്കിലും പൊഴിക്കും. ആ കൃത്യ സീസണിൽ അത് പൊഴിച്ചിരിക്കും, അത് കിളുത്തിരിക്കും. അങ്ങനെ അഡ്വേഴ്സ് ക്ലൈമറ്റിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഒരു സസ്യത്തിലെ അല്ലെങ്കിൽ മരത്തിലെ എല്ലാ ഇലയും കൊഴിച്ച് സ്വതന്ത്രമാക്കി നിൽക്കുക എന്നൊരവസ്ഥ. പിന്നീട് അടുത്ത അനുകൂല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഇല കിളുത്ത് വരുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു കാട്, ആ ഒരു കാടിൽ എല്ലാ മരങ്ങളും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഇല പൊഴിക്കുന്ന ഈർപ്പവനം എന്ന് പറയാറുള്ളത്. ഏറ്റവും വിലപിടിപ്പുള്ള തടികളെല്ലാം ഈ കാടിന് സ്വന്തമാണ്. ഈട്ടി, തേക്ക്, അതുപോലെ തന്നെ
നമ്മൾ പറയാനുള്ള ഈ വേങ്ങ, അങ്ങനെയുള്ള എല്ലാ കാതിലുള്ള വലിയ മരങ്ങളും ഈ ഇല പൊഴിക്കുന്ന ഈർപ്പ വനങ്ങൾ. മഹാഗണി ഒരിക്കലും നമ്മുടെ മരമല്ല, അവൻ പൊഴിക്കാറുണ്ട്. ഈ കാട്ടിലില്ല. അതുകൊണ്ട് ഈ കാട്ടിൽ നിന്നല്ല, നമ്മൾ വെച്ചെടുത്ത പ്ലാന്റേഷൻ കഴിഞ്ഞാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ നടന്നു വന്നപ്പോൾ ഇനി ക്ലൈഡേമ പറിക്കാനുള്ള സ്ഥലം ഇപ്പോഴുണ്ട്. ക്ലൈഡേമ പറിക്കാനുള്ള സ്ഥലമുണ്ട്. അതൊരു വലിയ ഒരു മഹാഗണി തോട്ടമാണ്. അവിടെ വേനൽക്കാലത്ത് പൊഴിക്കാറ്. വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇല ഒരു പ്രത്യേക നിറം, അമേരിക്കനാണ്, സെൻട്രൽ അമേരിക്കൻ പ്ലാന്റ് ഇതാണ് ഈ മഹാഗണി എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ കൊണ്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനാണ് മോസ്റ്റ് ഡേയ്സ് എന്നുള്ളത്. അഡ്വേഴ്സ് ക്ലൈമറ്റിലെല്ലാം പ്രത്യേകിച്ച് ഇവിടെ വേനൽക്കാലത്ത് ഇല എല്ലാം കൊഴിച്ചു നിൽക്കും. പിന്നെ ഇനി എന്താണ് സെമി എവർഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഇല പൊഴിക്കുന്ന മരങ്ങളും അതുപോലെ ഇല പൊഴിക്കാത്ത മരങ്ങളും കൂടെ സഹവസിച്ച് നിൽക്കുന്നതാണ്. അവിടെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾ പോകുന്നപ്പോൾ കണ്ട ചീനി, അതുപോലെ തന്നെ തമ്പകം, വെൺതേക്ക്, ഇങ്ങനെയുള്ള മരങ്ങൾ എവിടെയെങ്കിലും വളർന്ന് നിൽപ്പുണ്ടെങ്കിൽ അത് നോക്കാതെ തന്നെ പറയാം ഇത് എന്താണ് സെമി എവർഗ്രീൻ എന്നാണ്. അപ്പോൾ സെമി എവർഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലം മൊത്തത്തിൽ പൊഴിക്കുന്ന സസ്യങ്ങളും അല്ലെങ്കിൽ മരങ്ങളും പൊഴിക്കാത്ത മരങ്ങളും കൂടി സമ്മിശ്രമായിട്ട് നിൽക്കുന്ന ഒരു കാടാണ്. അത് നമുക്ക് ഇവിടെയുണ്ട്, പോരുന്ന വഴിക്കുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കീ സ്പീഡ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് കാട് നോക്കൊന്നും വേണ്ട, ആ മരങ്ങൾ അവിടെ കാണുമ്പോൾ ഇതിന്നതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ആ ചീനി ഉണ്ടാവും, വെൺതേക്ക്, നേക്കഡ് ബ്യൂട്ടി ഓഫ് ഫോറസ്റ്റ്, തമ്പകം, ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കാൻ പറ്റും. ഇനി അടുത്ത് വരുന്നതാണ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ്. എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടന്നു വന്നപ്പോൾ വാച്ച് ടവറിൻ്റെ ഏരിയ ആരെങ്കിലും പറഞ്ഞാണ്. വാച്ച് ടവറിൻ്റെ അവിടെ നിന്ന് നമ്മൾ നടന്ന ഒരു കലിങ്കിലേക്ക് വന്നതാണ് അല്ലേ. ആ കലിങ്കിലേക്ക് വന്നാൽ ആരും അവിടെ നിന്ന് നോക്കും. അവിടെ നിങ്ങൾ രണ്ട് ബോർഡ് എഴുതിയിട്ടുണ്ട്, സിലൺ ഫ്രോം എൻസ്, മറ്റേ കണ്ടിന്യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ അത്രയും ആ വാസ്തുവിൻ്റെ തൊട്ട് ഇപ്പുറത്തേക്ക് വന്ന അതിൻ്റെ പുറത്തേക്ക് വന്ന പക്ക എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അവിടെ ഒരിക്കലും ഈ പറയുന്ന തരത്തിൽ ഇല പൊഴിക്കാറില്ല. അവിടെ നല്ല നനവുണ്ടാവുണ്ടാവും, അങ്ങനെ നിൽക്കും. പക്ഷെ ശരിക്കും ഞാൻ കണ്ടിട്ടുള്ള എവർഗ്രീൻ ഫോറസ്റ്റ് ഏറ്റവും നല്ല കണ്ടിട്ടുള്ളത് ഒന്ന് പൊന്മുടി, തിരുവനന്തപുരം പൊന്മുടിയുടെ അതിലേക്ക് പോകുന്ന സൈഡിൽ അച്ചൻകോവിൽ എന്ന് പറഞ്ഞ സ്ഥലം, പിന്നെ ചെന്തുരുണി എന്ന് പറഞ്ഞ വന്യജീവി സംഘത്തിൻ്റെ ഭാഗം, ഗവിയുടെ ചില ഭാഗങ്ങൾ, പിന്നെ തേക്കടിയുടെ ഉള്ളിൽ സൈലന്റ് വാലിയുടെ ഭാഗം. അവിടെ അതെന്ന് വെച്ചാൽ മരങ്ങളെ നമുക്ക് നോക്കി നോട്ടത്തിലാത്ത രീതിയിലങ്ങ് പോകും. എവർഗ്രീൻ്റെ ഒരു പ്രത്യേകത, പ്രകാശാർത്ഥി സസ്യങ്ങളായിരിക്കും മിക്കവാറും എവർഗ്രീനിലുള്ള. അവ പ്രകാശത്തിന് വേണ്ടി ഇങ്ങനെ മുകളിലേക്ക് പോകും. തൊട്ടടുത്തവൻ അവനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ഉയരമുള്ള മരങ്ങളുടെ ഒരു വിന്യാസമായിരിക്കും ശരിക്കും ഈ പറയുന്ന നിത്യഹരിത വനത്തിലുള്ളത്. ഇവിടെ വേറെ ചില ഫോറസ്റ്റ് കൂടിയുണ്ട്. ഒന്ന് റൈപ്പേറിയൻ എന്ന് പറയും. നമ്മുടെ 3 സൈഡും വലിയ നദികളാണ്. ഇപ്പോൾ പെരിയാറുണ്ട്, ഇടവലാറുണ്ട്, അവിടെ കുട്ടമ്പഴയാറുണ്ട്. ഇതിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്ന നദിയോരങ്ങളിൽ കാണുന്ന പ്രത്യേക ഇനങ്ങളിൽപ്പെട്ട ജനുസുകളിൽപ്പെട്ട വൃക്ഷങ്ങളായിരിക്കും. ആ അല്ലെങ്കിൽ സസ്യങ്ങളായിരിക്കും. അവയ്ക്ക് പറയുന്ന പേര് റൈപ്പേറിയൻ ഫോറസ്റ്റ് എന്നാണ്. അങ്ങനെ വേറൊരു ഫോറസ്റ്റാണ് റൈപ്പേറിയൻ. അതിനൊരു പ്രത്യേകത തരത്തിലുള്ള സ്പീഷീസും അതിൻ്റെ സ്വഭാവ സവിശേഷതകളും എല്ലാം ഉണ്ട്. പിന്നെ മറ്റൊന്ന് ഗ്രാസി ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ് എന്ന് പറയും. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഉയരമുള്ള 2 മുടികളുണ്ട്, വലിയ മലകളുണ്ട്. ഒരു ഞായപ്പള്ളി മുടി 523 മീറ്ററും പിന്നെ തൊപ്പിമുടി 488 മീറ്റർ. ഈ ഹൈറ്റിലേക്ക് ചെല്ലുന്തോറും നമ്മുടെ വലിയ വൃക്ഷങ്ങൾ കുറഞ്ഞു വന്ന് അത് കാറ്റിൻ്റെ ഒക്കെയാണ് പല സവിശേഷതകളുണ്ട്. പുല്ലുകൾ വളർന്നു വിടാൻ തുടങ്ങും. അപ്പോൾ ഈ ഗ്രാസ് എന്ന് പറയുന്നതും ഒരു വലിയ ഹാബിറ്റാണ്, പ്രത്യേകമായ ഹാബിറ്ററ്റാണ്. പക്ഷികളൊക്കെ നെസ്റ്റ് വയ്ക്കുന്നതും ഹൈഡ് ചെയ്യുന്നതൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് കൂടാതെ നമുക്ക് ഈറ്റച്ചോല എന്ന് പറയുന്നത് നിത്യഹരിതമാണ്. നിത്യഹരിതമായിട്ടുള്ള ഒരു ഈറ്റയ്ക്കൊരു നിയതമായ ഉയരത്തിലേ വളരാൻ പറ്റുള്ളൂ. അങ്ങനെ തോട്ടം പോലെ വിശാലമായിട്ട് ധാരാളമായിട്ടുള്ള ഈറ്റച്ചോലകളുണ്ട്. ഇല്ലിയുണ്ട്. ഇല്ലിയുടെ കൂട്ടത്തിൽ തന്നെ വസിക്കുന്ന ധാരാളം പക്ഷികൾ, ജീവജാലങ്ങളുണ്ട്. അപ്പോൾ ഷാമ എന്ന് പറയുന്ന പക്ഷിയൊക്കെ ഏറ്റവും മനോഹരമായിട്ട് പാട്ട് പാടാൻ കഴിയുന്ന ഷാമയൊക്കെ ഇല്ലിക്കോട്ടത്തിലാണ് താമസിക്കുന്നത്. പിന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ തട്ടക്കാട് അങ്ങേ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഷാലോ വാട്ടർ ബോഡിയുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടം പോലെ ചെക്കിടാൻ ഉണ്ടാക്കിയിട്ട് വെള്ളം കെട്ടിയിടുമ്പോൾ ധാരാളമായിട്ടുള്ള പക്ഷി ജീവജാലങ്ങൾ അവിടെ വന്നു ചേരും. അപ്പോൾ ഇതെല്ലാം കൂടി ചെറിയൊരു ഏരിയയിൽ കൂടുന്നത് കൊണ്ടാണ് ഈ പക്ഷികളുടെ വൈവിധ്യം ഇത്രയും കൂടാനായിട്ട്. ഇതിന് പറയുന്ന പേര് എക്കോട്ടോൺ ഏരിയ എന്നാണ് പറയുന്നത്. വ്യത്യസ്തമായ ഹാബിറ്റാറ്റുകൾ ചെറിയ മേഖലയിൽ കാണുന്നു, ഒരു സംയോജനമായിട്ട് കാണുന്നു എക്കോട്ടോൺ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ടും പക്ഷികളും മറ്റു വൈവിധ്യങ്ങളും കൂടുതൽ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തട്ടേക്കാട് പക്ഷിസങ്കേതം ഇരിക്കുന്നത് ഒരു തളികയാണെങ്കിൽ ഇതിന് ചുറ്റും
പലവിധ വനങ്ങളാണ്. അപ്പോൾ നമ്മളിവിടുന്ന് കൈ എത്തിച്ചാൽ കാണുന്ന കൈ ചൂണ്ടിയാൽ കാണുന്ന മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനാണ്. ഇതങ്ങ് അതിവിശാലമായ ഒരു വനമേഖലയായിട്ട് തുടർന്ന് കിടക്കുക. തുടർന്ന് അങ്ങ് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേര്യമംഗലം വഴി പോയി കഴിഞ്ഞാൽ ഈ കാട് തന്നെയാണ് ചെന്നാൽ പോകുന്നത്. അതങ്ങ് പോവാണ്. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോവർ പെരിയാറിലേക്കൊക്കെ അങ്ങ് പോകുന്ന ഈ ഒരു വനമാണ്. പിന്നെ ഇത് നേരെ ആ ദിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടമ്പുഴ കോയൻകുട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു വനത്തിൻ്റെ തുടർച്ചയാണ്. പിന്നെ നോർത്തിലേക്ക് ചൂണ്ടിക്കഴിഞ്ഞാൽ അങ്ങ് കിടക്കുകയാണ്. മലയാറ്റൂർ റിസർവ് എന്ന് പറഞ്ഞാൽ അതിങ്ങ് കിടക്കുകയാണ്. ഷോളയാർ മേഖലയിലൊക്കെ കിടക്കുകയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അധിക ദൂരമില്ലെങ്കിലും കോതമംഗലം ഡിവിഷൻ്റെ വനമേഖല തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ ചുറ്റിക്കിടക്കുന്ന ഒരു തളികയാണ് കട്ടക്കാട് എന്നുള്ളതുകൊണ്ട് ഏതൊരു ജീവിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് അങ്ങോട്ട് പോകാം. അതിൻ്റെ പാസേജ് സ്ഥലം ആയതുകൊണ്ട് തന്നെ എപ്പോഴും വൈവിധ്യം ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ് നമ്മുടെ കണ്ടുപിടുത്തം. അതാണ് സത്യം. പറഞ്ഞു എന്തോ ചോദിച്ചല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ അനിമൽസിന് അല്ലെങ്കിൽ അങ്ങനത്തെ ബേർഡ്സിനൊക്കെ ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ നിങ്ങളുടെ ശരിക്കും? നമുക്ക് മോണിറ്റർ ചെയ്യാൻ ചെറിയ തോതിലുള്ള സംവിധാനം ഇവിടെയൊന്നും പറ്റില്ല. ഒന്ന് റിംഗ് ആണ്, 2 ടെലിമെട്രി ആണ്. അതെല്ലാം പക്ക സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിവൈസുകളാണ്. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ വരുന്ന പക്ഷികളെ സർവേ ചെയ്യുന്നുണ്ട്. നമ്മുടെ സീസൺ ഒക്ടോബർ മാസം മുതൽ മാർച്ച് മാസം വരെ ആകുമ്പോൾ നമുക്കിവിടെ ലോക്കലായിട്ട് ഗൈഡ് ചെയ്യുന്ന നേച്ചറിസ്റ്റ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ അസോസിയേഷൻ ഉണ്ട്. കൂടാതെ പുറത്തുനിന്ന് വരുന്ന അതിവിദഗ്ധന്മാരായിട്ടുള്ള പക്ഷി നിരീക്ഷകരുണ്ട്. നമ്മുടെ ജീവനക്കാരും വളരെ വൈദഗ്ധ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഇവർ ഫീൽഡിൽ പോകുമ്പോൾ ഏതെങ്കിലും പക്ഷിയെ കാണുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരും. നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന പക്ഷി വന്നു. ഉദാഹരണം ബ്ലാക്ക് സ്റ്റോർക്ക് എന്ന് പറഞ്ഞാൽ അതിഭീകരനായിട്ടൊരു പക്ഷി, ഇത്രയും വരെ എൻ്റെ പൊക്കം. ഈ പക്ഷി കഴിഞ്ഞ വർഷം 2-3 ദിവസം നമുക്കിവിടെ കിട്ടി. ഈ വർഷം ഒരൊറ്റ സൈറ്റ് കിട്ടി. അപ്പോൾ അത് എവിടെയെങ്കിലും വന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ വിവരം നമ്മൾ ഓട്ടോമാറ്റിക്കാണ്. അതൊരു പ്രത്യേക ഡിവൈസ് വെച്ചിട്ടല്ല, അത് മനുഷ്യരുടെ ആ ഒബ്സർവേഷൻ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് അതെല്ലാം രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ട് ഡേറ്റ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവൻ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എത്ര സമയം കൊണ്ട് എത്തുന്നു, പോകുന്നു, ഇറങ്ങുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേർഡ് വിങ്ങോ അല്ലെങ്കിൽ ടെലിമെട്രി ഉപയോഗിക്കുന്നു. അതൊക്കെ വലിയ വലിയ ശാസ്ത്രീയ ഗവേഷണ കേന്ദ്രങ്ങൾക്ക് മാത്രമേ അല്ലെങ്കിൽ ഓർണിത്തോളജിസ്റ്റിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ പെർ ഇയർ ഏകദേശം എത്ര കൗണ്ട് ഉണ്ടാവും ബേർഡ്സ്? അല്ല, ഒരു വർഷം ഇപ്പോൾ ലൈക്ക് ബേർഡ്സിന് ഏകദേശം 40ഓളം സ്പീഷീസ് മൈഗ്രേറ്ററി ആയിട്ട് ഇവിടെ വന്നു. മൈഗ്രേറ്ററി അത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഡേറ്റ ഉണ്ട്. അതിൻ്റെ PPT വരെ നമ്മൾ തയ്യാറാക്കി ഇപ്പോൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള അല്ലാതെ തന്നെ ഏറ്റവും ചെറിയ ഒരു പക്ഷിയുണ്ട്, ഗ്രീനിഷ് വാർബ്ലർ. അവനാണ് ആദ്യമായിട്ട് എത്തുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങളിലും അവൻ താമസിച്ച 1-ാം തീയതി ഒക്ടോബർ മാസം 1-ാം തീയതി എത്തേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 7-ാം തീയതിയായി. ഈ വർഷം വന്നപ്പോൾ അത് 11-ാം തീയതിയായി. അത് ഇങ്ങനെ ലേറ്റായിട്ടാണ് വരുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ടെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ഇവിടെ വന്ന് പറഞ്ഞത്. അദ്ദേഹം പക്ക ബേർഡ് വാച്ചറാണ്. 2 പ്രാവശ്യം ഇവിടെ വന്ന് ബേർഡ് വാച്ചർ എടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇത് വൈകാനുള്ള സാധ്യതയുണ്ടായി. പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ചിൻ്റെ വ്യത്യാസമായിട്ട് നോർത്തിലൊക്കെ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഇത് വൈകും എന്ന് തന്നെ പറഞ്ഞ് അത് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുമുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ വരുന്നത് 1, 2, 10, 100 ഒന്നുമല്ല, 1000കണക്കിന് പക്ഷി വന്നിട്ട് അത് മരത്തിൻ്റെ മുകളിലാണ് അവ പറക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ചിലും എന്നൊരു ശബ്ദമുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സീസണായി എന്ന് ഓൾറെഡി പറഞ്ഞു കഴിയും നമ്മൾ. പിന്നെ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ബേർഡാണ് ഓറിയോൾ എന്ന് പറഞ്ഞത്. 2 ഓറിയോൾസ് നമുക്കിവിടെ വരാറുണ്ട്. ഒന്ന് ചീനമഞ്ഞക്കിളി, ബ്ലാക്ക് നെയ്പ്ഡ് ഓറിയോൾ, രണ്ടാമത്തെ ഇന്ത്യൻ മഞ്ഞക്കിളി, യൂറേഷ്യൻ ഗോൾഡൻ ഓറിയോൾ. നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഫൂട്ടഡ് ഓറിയോൾ എന്ന സാധനമുണ്ട്. അവനിവിടെ എപ്പോഴും ഉണ്ട്. പക്ഷേ ഈ 2 പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് നെയ്പ്ഡ് ഒക്കെ ഓറിയോൾ വന്നു കഴിഞ്ഞാൽ അവയുടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മളൊരു ചൂടായ ദോശക്കല്ലിലേക്ക് ഒരു ശകലം വെള്ളം കോരി ഒഴിച്ചാൽ എങ്ങനെയാണ് ആ ശബ്ദം നീണ്ടു പോണ പോലെയാണ്. അത് വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മുഖരിതമാണ്. ഈ പ്രദേശമൊക്കെ ഇവരുടെ കൂടും വെക്കുന്നുണ്ട്. ഫുട്ബോൾ പോലെ ചെറിയ തൂങ്ങിക്കിടക്കുന്ന കൂടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പക്ഷേ എൻ്റെ നിരീക്ഷണത്തിൽ ഇത്തവണ അവർ കുറവാണ്, അധികമൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പം വോക്കലാകാത്തതാണോ എന്തെങ്കിലും കാരണമുണ്ട് എന്നറിയില്ല. ഓറിയോൾസ് എത്തി, പക്ഷേ ഇവരത്ര വോക്കലായിട്ടില്ല. ഇനി എന്താണ് മഴ മാറാത്തതുകൊണ്ടാണോ എന്നൊക്കെ ഇതിനകത്ത് നമുക്ക് കണ്ടെത്തേണ്ടതാണ്. ഒത്തിരി പ്രതിഭാസങ്ങളുണ്ട്. പിന്നെ ഒരു വീടുണ്ട്, ഒരു പ്രത്യേക വീടുണ്ട്, ഉപ്പൻ കുയിൽ എന്നാണ് എൻ്റെ പേര്. ഉപ്പൻ കുയിലിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ പറന്നു പോകുമ്പോൾ ഉപ്പനാണെന്ന് സംശയം വന്നു നോക്കാം. എങ്കിലും അത് വളരെ സ്ലെൻഡർ ബേഡാണ്. വളരെ മെലിഞ്ഞ് നീണ്ട ഒരു നല്ല ക്രസ്റ്റ് ഉണ്ട്. ഉപ്പൻ്റെ ഒക്കെ കളർ പോലെ ഇരിക്കും. പക്ഷേ ഒരു കോളർ നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക. ക്രസ്റ്റഡ് എന്താണ് റെഡ് വിങ്ഡ് ക്രസ്റ്റഡ് കുക്കു എന്നാണ് എൻ്റെ പേര്.
അത് വളരെ മനോഹരമായ പക്ഷിയാണ്. പക്ഷെ ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവനൊരു ടെറിട്ടറി ഉണ്ട്, ഒരു കുഞ്ഞു ടെറിട്ടറി ഉണ്ട്. ഞാനവിടെ വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഹാബിറ്റാറ്റ് ഓഫ് റെഡ് വിംഗ്ഡ് ക്രസ്റ്റഡ് കുക്കു എന്ന് പറഞ്ഞ് അവിടെ ഒരു താൻ തൂക്കിയിട്ടുണ്ട്. അവിടെ ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചുറ്റുവട്ടത്തിൽ സാധനം കാണാൻ പറ്റും. പക്ഷെ ഇത്തവണ അവനെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണോ, ഒന്നുകിൽ വൈകുന്നതാണോ, അല്ലെങ്കിൽ ആ സ്പീഷ്യസ് വിട പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. വേറൊരു ബേഡുണ്ട്, പിറ്റ, ഇന്ത്യൻ പിറ്റ. അതിസുന്ദരമായ ഒരു ബേഡാണ് ഇന്ത്യൻ പിറ്റ എന്ന് പറഞ്ഞാൽ. പഞ്ചവർണ്ണങ്ങളൊക്കെ ഉള്ള മനോഹരമാണ്. പക്ഷെ അവൻ നന്നായിട്ട് പറക്കുന്നതാണെങ്കിലും അവൻ ഫീഡ് ചെയ്യുന്നത് താഴെയാണ്. നമ്മൾ ഈ മാക്കാച്ചി തവള നടക്കുന്ന പോലെ ചാടി ചാടി ചാടി. ആദിവാസികൾ പറയുന്ന കാര്യമുള്ള പുതുവന്മാരൊക്കെ പറയുന്നത് തവള രൂപാന്തരം പ്രാപിച്ചിട്ടാണ് ഈ പക്ഷി. എൻ്റെ അടുത്ത് ആ വാദം കൊണ്ട് വന്നു. ഞാൻ മറവിൽ ജോലി ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞു തവള അത് സമ്മതിക്കില്ലാതെ അത്ര തവള രൂപാന്തരം പ്രാപിച്ചിട്ടാണ് പറ്റുന്നത്. അവിടെ ഞാൻ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് തനിമല ബുക്ക് എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഈ പറയുന്നതാണോ നിങ്ങൾ പറഞ്ഞ പക്ഷി? അതെ, ഇത് ഇന്ന് സാധനമാണ്, ഹിമാലയത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ മാത്രം ബ്രീഡ് ചെയ്തിട്ട് ഇവിടെ ഒരിക്കലും ബ്രീഡ് ചെയ്തിട്ടില്ല. പക്ഷെ അതിന്റെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ വർഷം ഒരു പക്ഷി ഒരു കെട്ടിടത്തിന്റെ ചുറ്റില് അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചുറ്റില് വന്നിട്ടുണ്ടെങ്കിൽ അത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത വർഷം അവിടെ തന്നെ കാണുന്നു. ഇവ കാണാനായിട്ട് വളരെ ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അവ രാത്രിയിൽ ചേക്കേറാൻ നേരത്തെ ഒരു പ്രത്യേക കോൾ ഉണ്ടാവും. അത് കാലത്തെ വീടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നല്ലൊരു കോൾ ഉണ്ടാവും. ഈ കോൾ കേട്ടാൽ എത്ര ദൂരം നിന്ന് നമുക്ക് പിറ്റാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും വരുന്നു, ഓരോരുത്തരും പോകുന്നു. നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ മാസം തൊട്ട് ഈ കാടിലൊക്കെ നടന്നിങ്ങനെ മുഖരിതമായി ഉത്സവപ്പറമ്പിലൂടെ നടക്കുന്ന ഒരു കുട്ടിയെ പോലെ നമ്മൾ നടന്നിട്ട് ഒരു മാർച്ച് അവസാനമായി കഴിയുമ്പോഴത്തേക്കും, മാർച്ച് 31 കഴിയുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഉത്സവം എല്ലാം കഴിഞ്ഞ് പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചിട്ട് പോകുന്ന ആ ഒരു പ്രതലത്തിലൂടെ നടക്കുന്ന ഒരു ഫീൽ എത്രയോ പ്രാവശ്യം നമുക്ക് ഉണ്ടാകുന്നുണ്ട് പറയാം. എല്ലാവരും ഉപേക്ഷിച്ച് പോകും, നമ്മൾ മാത്രം. എല്ലാവരും വെച്ചാൽ ഇവിടെ റെസിഡൻസ് ഉണ്ടാവും. പക്ഷെ ഇവരെല്ലാം പോകും. ഇവർ ഭയങ്കര വോക്കലാണ്, വന്നതിന് ഭയങ്കര വോക്കലാണ്. ഇവിടെ ഉള്ളവർ വോക്കലാകുന്ന ഒരു സമയമുണ്ട്, അവരുടെ സമയമുണ്ട്. പക്ഷെ അവരെല്ലാം പോയി കഴിയുമ്പോൾ നമ്മളങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ. ശരിക്കും ചൂട് കൂടുന്ന ടൈം ആവുന്നോണ്ടാണോ? അത് എനിക്ക് തോന്നുന്നു അവർ വരുന്ന സ്ഥലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ക്വാളിറ്റി ഓഫ് ഫുഡ്, ക്വാളിറ്റേറ്റീവോ ചിലപ്പോൾ നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളാണ്. ചിലപ്പോൾ അവിടുത്തെ അഡ്വൈസ് ആയിരിക്കാം. അപ്പൊ പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പൊ അവർക്കത് പോകേണ്ട സമയം കൃത്യമായിട്ട് അറിയാം. അവർ ആ സമയമാകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ വരുന്നതിൽ വരുന്ന ഒരു വേരിയേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ വർഷം കുറച്ച് താമസിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പോകുന്നതിലധികം താമസമൊന്നുമില്ല, ആ സമയത്ത് തന്നെ അവർ പോകും. പക്ഷെ പിറ്റ കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ പോകേണ്ട പിറ്റ ഏപ്രിലിൽ നമുക്കിവിടെ കാണാനുണ്ടായിരുന്നു. അത് എന്ത് ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടായാണോ, ഹിമാലയത്തിലാണ് ബ്രീഡ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. അത് പിറ്റ ശരിക്കും ഒരു മാസം കൂടി ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തു. ഈ ഫ്രോഗ് മൗത്ത് നമ്മുടെ ഇവിടെ മാത്രം വരുന്ന സ്പീഷീസാണോ? അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ തെറ്റാണത്. ഇവിടെ തോന്നുന്നത് നമ്മുടെ ശ്രീലങ്കയിലും അതുപോലെ വെസ്റ്റേൺ ഘാട്ടിൽ ഫുള്ള് ഈ സാധനമുണ്ട്. അതുകൊണ്ടാണല്ലോ ശ്രീലങ്ക ഫ്രോഗ് മൗത്ത് എന്ന് പറയണേ. ശ്രീലങ്കയും നമ്മുടെ ഈ ഭാഗങ്ങളും ഒറ്റ ഘട്ടമായിട്ട് കിടന്നാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതിനുശേഷം പിന്നെ അത് വേർപെട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ പല സ്പീഷീസും ശ്രീലങ്കയിലുള്ളത് നമുക്കിവിടെ ഉണ്ട്. നമ്മൾ സൈലാനിക്ക എന്ന വാക്ക് തന്നെ ഇപ്പോൾ സൈസിനും ട്രാവൻകൂറിക്കം എന്ന് തിരുവനന്തപുരം പറയുന്നു. വേറെ ഇടത്ത് നമ്മൾ സൈലാനിക്ക എന്ന് പറയുന്നു. സൈലാനിക്ക എന്ന് പറയുന്നത് മുഴുവൻ സിലോണിലാണ്. പക്ഷേ ആ സാധനം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഒന്നിച്ച് കിടന്ന് പിന്നെ വേർപെട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് തമ്മിൽ ഒരു വലിയ അന്തരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പറയാനായിട്ട്. അപ്പോൾ ശ്രീലങ്കയിലുണ്ട് 2 തരം ഫ്രോഗ് മൗത്തുകളുണ്ട്. ഒന്ന് നോർത്ത് ഈസ്റ്റിലുണ്ട്, പിന്നെ പറഞ്ഞാൽ ഈ പറഞ്ഞ ശ്രീലങ്ക ഫ്രോഗ് മൗത്തുള്ള. ഈ ഫ്രോഗ് മൗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഇതൊരു വലിയ സയൻസാണ്. എൻ്റെ പേര് സിംബയോസിസം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സിംബയോസിസം എന്ന് പറഞ്ഞാൽ, സിംബയോസിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹജീവനം എന്നാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞാനിവിടെ ഇരുന്ന് ക്ലാസ് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഉപകാരം കിട്ടുന്നു, നിങ്ങളതിന് പകരമായിട്ട് എനിക്ക് എന്തെങ്കിലും തരുന്നു, അങ്ങോട്ട് ചെയ്യുന്നതിനാണ് ഇതൊരു സിംബയോസിസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ബേർഡ് എന്ന് പറയുന്നത് കാമോഫ്ലാഷിൻ്റെ ഒരു രാജാവാണ്. അത്രമാത്രം നമ്മൾ അതിരിക്കുന്ന പ്രതലത്തിൽ അതിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി പ്രകൃതി ഒരുക്കി കൊടുക്കുന്ന ഒരു വലിയ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകമായിട്ട് കാണുന്നത് ഇരിക്കുന്നത് ഒരു മിയോഗൈനെ പന്നോസ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. മിയോഗൈനെ പന്നോസ എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് പന്തൽമരം എന്ന് പറയും, പൊക്കം കുറവാണ്. ഈ മരത്തിൻ്റെ ഇലയിൽ വീഴുന്ന ഇലകളിൽ പറ്റിപ്പിടിച്ച് ഒരു ഫംഗസ് അതിൻ്റെ വളർത്താൻ കഴിയും. ഫംഗസ് പ്രത്യേകിച്ച് ഹോഴ്സ് കെയർ ഫംഗസ് എന്ന് പറയുന്നത്. മെരാസ്മിയസി കുടുംബത്തിലാണല്ലോ ഫംഗസ് വരുന്നത്.
അപ്പോൾ ആ മെരാസ്മിയസ് കുടുംബത്തിലെ ഒരംഗമായ ഹോഴ്സ് ഹെയർ ഫംഗസ് എന്ന് പറയും. എന്താണ് ഹോഴ്സ് ഹെയർ ഫംഗസ് എന്ന് ചോദിച്ചാൽ, കുതിരയുടെ വാല് കണ്ടിട്ടുണ്ടാകും നമ്മൾ. കുതിരയുടെ വാലിൻ്റെ അറ്റത്തെ ആ ഒരു നാര്, ഒരു മുടി അല്ലെങ്കിൽ നമ്മുടെ തലമുടി, അത് പറിച്ചെടുത്താൽ ഇങ്ങനെ വിളിച്ചാൽ അതേ ഷേപ്പിലാണ് ഈ ഫംഗസ്, ഈ നമ്മൾ കുമ്പളെന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പം ഞാനത് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാകുന്ന വെച്ചാൽ, ഒരു ഇല ഈ മിയോഗയിലെ പന്നോസയുടെ ഇലയിൽ വീഴുന്നു. ഇല വീണ് കഴിയുമ്പോൾ അത് കുറച്ച് ദ്രവിച്ച് ഒരു വെളുത്ത വേരുകൾ പോലെ ഫോം ചെയ്യുന്നു. അതിനുശേഷം ഇത് വളർന്ന് താഴേക്ക് ഇങ്ങനെ തലമുടി നാര് പോലെ 1, 9, 10, 20 ഒക്കെ ആയിട്ട് തൂക്കിടുക. പക്ഷേ ഈ ഫംഗസ് ആഹരിക്കണ എങ്ങനെയാണെന്നറിയോ, ഈ വീഴുന്ന ഇലകളെ പറ്റി പിടിച്ചിട്ടാണ് അത് ആഹരിക്കുന്നത്. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഇലകൾ ഈ ഫംഗസിൽ, ഹോഴ്സ് ഹെയർ ഫംഗസിൽ പറ്റി പിടിച്ച് തൂങ്ങി തോരണം പോലെ കിടക്കും. അതൊന്ന്. ഇനി രണ്ടാമത്തത്, ഇതിൻ്റെ പക്ഷിയുടെ നിറം എന്ന് പറയുന്ന ഒരു പ്രത്യേക നിറമാണ്. റൂഫസ് കളറുണ്ട്, ആണിനാണെങ്കിൽ ഡാർക്ക് ഗ്രേ, കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്പോട്ടുകളെ ഉണ്ടാക്കാനായിട്ട് കൊടുക്കുന്ന സഹസസ്യങ്ങളുണ്ട്. ഇപ്പോൾ മടുക്ക, ഇടന, അതുപോലെയുള്ള സസ്യങ്ങളായിരിക്കും ഇതിൻ്റെ സഹസസ്യങ്ങളായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഈ പന്നോസയുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഉദാഹരണപ്പെട്ട ഒരു മടുക്കയുടെ 1, 2, 10 ഇല വീണ് കഴിയുമ്പോൾ ഈ മെരാസ്മിയസ് പിടിച്ചിങ്ങനെ തൂക്കി കിടന്നു കഴിഞ്ഞാൽ ആ കറക്റ്റ് നോട്ടം എന്ന് പറഞ്ഞാൽ ഫ്രോഗ്മത്തിൻ്റെ നിറം പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തോരണം തൂക്കി കിടക്കുന്ന, അപ്പം ഈ പന്നോസ ഈ ഫംഗസിന് ആശ്രയം കൊടുക്കുന്നു. അതുപോലെ ഫംഗസ് ഈ സാധനം ഇലകൾ തിന്നാൻ വേണ്ടി തൂക്കിടുന്നു. ആ സാധനം ഈ പക്ഷിക്ക് അഭയമായിട്ടല്ലേ ഒളി കേന്ദ്രമായിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ വന്നാൽ ഈ പക്ഷി ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ആ ഇരിക്കുന്നത് എന്താണ് ഒരിക്കലും കാണുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നാളെ മനോജ് കണ്ടിരുന്നു. അപ്പോൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇത് ഇരിക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് തപ്പാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ അത്ര നേർക്കാഴ്ചയിൽ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്നത് പുള്ളി തൊട്ട് കാണിക്കണം. അപ്പോൾ ആ ഒരു കാമോഫ്ലാഷ് എന്ന് പറയുന്നത് പ്രകൃതി ഒരുക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഇനി ഫ്രോഗ് മൗത്തിൽ പ്രത്യേകിച്ച് എന്താണ് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ടെറസ്ട്രിയൽ ആൻഡ് ആർബോറിക് ബേഡ്സ് എന്ന് പറയുന്നത്. മൂങ്ങകളുടെയും ഈ നൈറ്റ് ജാർ എന്ന് പറയുന്ന താഴെ കാണുന്ന ഈ പക്ഷികളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണത്. മൂങ്ങകളെന്ന് നമുക്കറിയാം, മൂങ്ങളുടെ കണ്ണ് ഫ്രണ്ടിലാണ്. ഫ്രോഗ് മൗത്തിന് നമുക്കറിയാം, ഫ്രോഗ് മൗത്തിന് കണ്ണ് ഫ്രണ്ടിലാണ്. നൈറ്റ് ജാർ എന്ന് പറയുന്നത് താഴെയാണ് കാണുന്നത്, ഇരിക്കുന്നത്. ഈ ഫ്രോഗ് മൗത്ത് എന്ന് പറയുന്നത് മൂങ്ങയുടെയും നൈറ്റ് ജാറിൻ്റെയും ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അവർ പറയുന്ന അപ് ടു 14 feet എന്നാണ് പറയുന്നത്. ഒരു 10-14-15 അടിക്ക് താഴെയാണ് ഇവരിയ്ക്കുന്നത്. ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു മാസങ്ങളോളം ചിലപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കും. സന്ധ്യ ആകുമ്പോൾ അത് പറന്നുപോയി ആഹാരം തേടും. നൊക്ടേണൽ ബേഡാണ്. അതിനുശേഷം തിരിച്ചു വന്ന് ഇരിക്കും. തവള വായെന്ന് പറയാൻ കാരണം ഈ പക്ഷിയുടെ വായ്ക്ക് ചുണ്ടിന് തവളയുടെ ഒരാകൃതി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ധാരാളം സ്ഥലങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അരിപ്പ ധാരാളമായിട്ട് അരിപ്പയിലുണ്ട്, ഇവിടെയുണ്ട്, തേക്കടിയിലുണ്ട്, ഇടുക്കിയിലുണ്ട്, മലയാറ്റൂരിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതിനെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ വൈകുന്നേരം ഈ സമയമൊക്കെ ആകുമ്പോൾ ശ്രദ്ധിച്ചു ഒരു കോള് വരും. ഇപ്പം നിങ്ങൾ വർത്തമാനം കഴിഞ്ഞ് കഴിയുമ്പം ഇവിടുന്ന് കോള് വരും. കോള് വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ഭാഗത്ത് എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ കാലത്ത് നമ്മൾ പോയി കണ്ടുപിടിക്കാനും പറ്റും. നമ്മളിപ്പോൾ ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യമായിട്ട് ഒരു ഫ്രോഗ് മൗത്തിൽ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സർവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ജോഡി ഫ്രോഗ് മൗത്തുകളിലൂടെ ഉണ്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നിലവിൽ അങ്ങനെ ഡേറ്റ നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സാഞ്ചുറിയിലെ ഏകദേശം 9 മേഖലകളായിട്ട് തിരിച്ചിട്ട് ഓരോ മേഖലകളിലും രാത്രി തങ്ങി അത് ശബ്ദം കേട്ട് പിറ്റേ ദിവസം സർവേ ചെയ്ത് അതിനൊരു ഡേറ്റ ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി നമ്മൾ നടത്തുകയാണ് ഈ മാസം തുടർന്നത്. ഇപ്പോൾ കഴിയുന്ന ഒരു പക്ഷിയുടെ പേര് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചേ, പക്ഷി കേട്ടോ, കോഴി പോകുന്നത് അല്ല പക്ഷി കേട്ടോ. കേട്ടോ അതൊരു ചെറിയ മൂങ്ങയാണ്. ഓറിയന്റൽ സ്കോപ്പ് സൗൾ എന്നാണ് അതിൻ്റെ പേര്. ഒരു ഈ പറഞ്ഞ റൂഫസ് കളറുള്ള ഒരു ചെറിയ മൂങ്ങയുടെ നത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാറ്റഗറിയാണ് സ്കോപ്പ് സൗൾ. അതാണ് കറങ്ങി. സാറിന് ശരിക്കും ഒരുപാട് ബേർഡ്സിന്റെ സൗണ്ട്സ് കേട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആകാംക്ഷ എന്ന് പറഞ്ഞത്. അത് ഒത്തിരി ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷിയുടെ പതിവില്ലാത്ത ശബ്ദം കേട്ടാൽ അതെങ്ങനെയായാലും നമുക്കത്
ഏത് പക്ഷിയുടെയെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒത്തിരി മെനക്കെടാണ്ട് ഒത്തിരി സമയം കളയാറുണ്ട്. പക്ഷെ പലപ്പോഴും എന്നെ പറ്റിക്കുന്നത് ഈ കാടുമുഴക്കി എന്ന് പറയുന്ന പക്ഷിയാണ്. അവൻ നമ്മളെ പാടി എത്ര തന്നേക്കണം പരുന്തായിട്ടും നമ്മൾ പോയി നോട്ടി ഇത് കേട്ടിട്ടില്ല, ശബ്ദം കേട്ടിട്ടില്ല. പക്ഷെ അതിപ്പോൾ അതൊന്നും വലിയ പാടൊന്നുമില്ല. ഇപ്പം ഈ മെർലിൻ പോലെയുള്ള സാധനമില്ലേ, മെർലിൻ പോലുള്ള ആപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ അവൻ പിടിച്ചു തരും ഏത് പക്ഷിയാണെന്ന് അവൻ പറഞ്ഞു തരും. പിന്നെ നമുക്ക് എന്താണ് ഒരു ഇന്റർനാഷണൽ കോളിൻ്റെ ഒരു ആപ്പുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പക്ഷിയുടെ വേണേലും നമുക്ക് നോക്കാം. വ്യത്യസ്തമായിട്ടുള്ള കോളുണ്ട്. ഒരു പക്ഷിയുടെ ഒരു കോളൊന്നുമല്ല, യൂറോപ്യന്മാരെ ചെയ്തിട്ടുള്ളവരെല്ലാവരും അതിൻ്റെ അകത്തിട്ടുണ്ട്. അത് നമുക്ക് കോളോ സോങ്ങോ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും പക്ഷികൾക്കുള്ള കോളുകൾ എന്ന് പറഞ്ഞാൽ 2-3 ഇനത്തിലുണ്ട്. ഒന്ന് അവയുടെ കമ്മ്യൂണിക്കേഷൻ കോള്, രണ്ടാമത് മെയ്റ്റിംഗ് കോൾ. ആ മെയ്റ്റിംഗ് സമയത്ത് കോൾ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ സോങ് ആയിരിക്കും, ഭയങ്കര വിളിയായിരിക്കും, ഒക്കെ ആയിരിക്കും. പിന്നെ ഇത് ചേക്കേറാൻ നേരത്ത് അതൊരു കമ്മ്യൂണിക്കേഷൻ കോൾ തന്നെയാണ്. അലാം കോൾ എന്ന് പറഞ്ഞാൽ എല്ലാം വ്യത്യാസമായിരിക്കും. ഒരു പക്ഷിയുടെ ഒരു അപകടം വിളിച്ചറിയിക്കുന്ന ഒരു കോള് എന്ന് പറയുന്നത് മറ്റുള്ളവർക്കെല്ലാം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അലാം കോളുണ്ട്, കമ്മ്യൂണിക്കേഷൻ കോളുണ്ട്, മീറ്റിംഗ് കോളുണ്ട്, ഇങ്ങനെയുള്ള കോളും ഉണ്ട്. അത് ഓരോന്നും വ്യത്യസ്തമാണ്. അത് ഏതൊന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഈ പക്ഷിയെ കാണുക എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ കോൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. കുറേയൊക്കെ അറിയാം. ഇതൊന്നും എല്ലാവരും പൂർത്തിയൊന്നുമല്ല. പൂർത്തിയായാൽ ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഇപ്പോൾ ഒരു പക്ഷി നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു വെച്ചാൽ നമ്മൾ നിരന്തരം കാണുന്നൊരു പക്ഷിയായിരിക്കട്ടെ, പക്ഷേ ഏതെങ്കിലും ഒരു ഋതുവിൽ അതിനൊരു ചേഞ്ച് ഉണ്ടാവും, പ്ലൂമേജ് ചേഞ്ച് ഉണ്ടാവും. തിരിച്ചറിയുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരു ടിക്കിൾസ് ബ്ലൂ ഫ്ലൈ കാച്ചർ, അതുപോലെ തന്നെ ബ്ലൂ ത്രോട്ടഡ് ഫ്ലൈ കാച്ചർ, ഇത് രണ്ടാണ് നമ്മുടെ മുമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പാടാണ്. ഇപ്പോൾ ഈ കരയുന്ന ഓറിയന്റൽ സ്കോപ്സോളും ഇന്ത്യൻ സ്കോപ്സോളും നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്. പക്ഷേ കീ ഉണ്ട്, ഒറ്റ കീ ഉണ്ട്, അത് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ മൊത്തം മഞ്ഞയായിരിക്കും, ഒരു കറുത്ത പൊട്ടുള്ളൂ. മറ്റേതിനൊരു മഞ്ഞ ഉണ്ടാവില്ല. ആ കീ അറിയാമെങ്കിൽ ഒറ്റ നടന്ന് മനസ്സിലാക്കാം.